വയസ്സാം കാലത്ത് എന്തോ വേണ്ട തീരുമാനിച്ചാ നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്നത്. ഒരെണ്ണം താഴെ കടം വേണമെങ്കിൽ എല്ലാം കുത്തി കയറി ചാത്തു പോത്തില്ലേ? ഓടി അവിടുന്ന് എന്തോ സുഖമാണ് ഇതാ കിടക്കാന്. നല്ല സുഖം, നല്ല പോച്ചു പോലത്തെ വെത്തയാ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്തായാലും ഇനി ഒരു 5-6 ദിവസം ഞാൻ ഇവിടെ താമസിച്ചിട്ടേ പോകുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പോലെ ഒന്നും അല്ലടി. നമ്മുടെ വീട്ടിൽ തഴപ്പായ കിടക്കൂല്ലോ. തഴപ്പായ കിടന്നിട്ട് നേരം വെളി തിണ്ടിക്കുന്ന മേത്ത് വേറൊരു തഴപ്പായ. അതുപോലല്ല, നല്ല സുഖമാണ്. ഇന്നലെ നിങ്ങൾ ഇതിനകത്തല്ലേ കിടന്നുറങ്ങിയേ? എടി എന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ, ഈ സുഖം അങ്ങോട്ട് തീരുന്നില്ലത്തെ. ഭയങ്കര സുഖമാണോ? പിന്നെ നീ ഒന്ന് ഇരുന്ന് നോക്കടി. എന്നാ പിന്നെ ഞാനും കൂടെ ഒന്ന് നോക്കാം. എന്തോ പണിയായി ഇങ്ങോട്ട്, എന്തോ പണിയാന്ന് മനുഷ്യനെ. നിങ്ങൾ രാവിലെ വെളിക്കിരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നിങ്ങളെത്തിന് ഇതാത്തി കിടന്ന് കുത്തി പറയുന്നത് എനിക്ക് മനസ്സിലാകട്ടെ. ഇല്ല കാർത്തിയാനി, ഞാൻ എങ്ങനെ വെളിക്കിരിക്കാൻ പോവടി? ആ മുറിക്കകത്ത് ചെന്ന് കേറിയപ്പോഴല്ലോ അതിനകത്ത് ഭൂതമുണ്ടോ? ഭൂതമൊന്നും അല്ലെന്ന്. എന്തോ വൃത്തിയാന്നറിയാൻ ആ മുറിക്കകത്ത്. സത്യം പറഞ്ഞ അതിന്റെ അകത്ത് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. ഇത്രയും വൃത്തിയുള്ള മുറിക്കകത്ത് കയറിയിരുന്ന് എങ്ങനെ ഈ വൃത്തികേട് കാണിച്ചു വെക്കും? ഇനി ഇവന്മാർക്ക് ഈ തൂട്ടും കൊട്ടും ഇട്ടോണ്ട് നടക്കുന്നവന്മാർക്ക് വിവരമില്ല. അല്ലെങ്കിൽ ഇതുപോലത്തെ മുറി വലുത് വെക്കുവാണ് ഇതിനു വേണ്ടിയിട്ട്. മനുഷ്യനെ അപ്പൊ പിന്നെ നിങ്ങൾ ഉണ്ടോ ചെയ്ത്? ഞാൻ അതിനൊക്കെ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. നീ നിന്റെ ബാഗിനകത്തിന്ന് ഒരു പഴയ സാരി ഇങ്ങെടുക്ക. എന്താ എടി ഇത് അതിനകത്ത് കൊണ്ട് വലിച്ചു കെട്ടിയിട്ട് അതിന്റെ നടുക്കിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടും. ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ആ പൈസ കിട്ടിയ സമയത്ത് നമുക്ക് ആ പൈസ കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് തീർത്ഥാടനത്തിന് പോകുമോ അല്ലെങ്കിൽ പിള്ളേർക്ക് കൊടുക്കോ ചെയ്യല്ലായിരുന്നോ? പിള്ളേർക്ക് എന്താ കൊടുക്കാനടി? അവരെല്ലാം പഠിപ്പിച്ച ഒരു വഴിച്ചാക്കിയില്ലോ ഞാൻ. ഇയാടെ പറച്ചിൽ കേട്ടാത്തൊന്നും പിള്ളേരെ പഠിപ്പിച്ച് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കിയെന്ന്. മൂത്ത ചെറുക്കന് ഒരു കത്തി എടുത്ത് കൊടുത്തു വിട്ട് റബ്ബർ വെട്ടാൻ വിട്ട് അവനെ ഒരു വഴിക്കാക്കി. ഇളയ കൊച്ചന് നല്ല പോലെ പഠിക്കുന്ന കുഞ്ഞായിരുന്നു. അവന്റെ പഠിത്തം അങ്ങ് നിർത്തി അവനെ ഇപ്പൊ ലോഡിങ്ങിന് വിട്ടേക്കുവാ. അവനെ അങ്ങനെ ഒരു വഴിക്കാക്കി. പിന്നെ മൂന്നാമത്തെ ചെറുക്കൻ ചണ്ടയിലെ ചുമടെടുത്ത് നടക്കുവാ. ഇപ്പൊ അവനെ ഒരു വഴിക്കാക്കി. പിന്നെ നാലാമത്തെ ഇതിന്റെ എല്ലാം കൂടെ കണക്ക് പറഞ്ഞു വരുമ്പോഴത്തേ നേരം വെളുക്കും. അതുകൊണ്ട് നമുക്ക് ഇനി മുന്നോട്ടുള്ള കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം തെറഞ്ഞ കാലങ്ങളാ. ഈ സന്തോഷം നീ ഊതിക്കെടുത്തല്ലേടി. സന്തോഷം എന്തോ കത്തിച്ചു വെച്ചേക്കാണോ ഊതിക്കെടുത്ത? പറഞ്ഞ കേട്ടി ഇവരാണിതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സന്തോഷം എന്തോന്നറിയാമോ? ഞങ്ങളുടെ വീടും പറമ്പും റിമോട്ട് കാർ എടുത്തു, കുറച്ച് പൈസയും കിട്ടി. ഞാൻ എന്താ വേണ്ടാത്തിനെ പറയുന്നത്? റിസോർട്ടുകാരെടുത്തെന്ന് പറയും. അവരെടുത്തിട്ട് കുറച്ച് കാശ് കിട്ടി. ആ കാശും കൊണ്ട് ഞാനും എന്റെ കെട്ടിയോള് കാർത്തിയാനിയും കൂടെ ഈ നാടൊക്കെ ഒന്ന് കറങ്ങി കണ്ട് ഇതുപോലൊരു സുഖവാസ കേന്ദ്രത്തിലൊക്കെ വന്ന് താമസിച്ച് സുഖമായിട്ട് പോകാമെന്നും പറഞ്ഞിറങ്ങിയതാ. അങ്ങനെ ഇറങ്ങി ഇറക്കമായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കാശും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ വീട്ടിലേക്ക് മൂലയ്ക്ക് കുത്തിയിരിക്കണോ അതോ നാടൊക്കെ ഒന്ന് ഇറങ്ങി കാണണോ? എന്തുവാ നിങ്ങളുടെ അഭിപ്രായം? നാട് കറങ്ങി കാണണം. കണ്ടോടി, അവർക്ക് വരെ സന്തോഷമാ. പിന്നെ നിനക്ക് എന്തായിട്ട് തൊക്കണം? എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. മനുഷ്യനെ നിങ്ങൾ ഇന്നലെ സമാധാനത്തിൽ ഇവിടെ കിടന്നുറങ്ങിയില്ല. ഞാൻ കിടന്നുറങ്ങി, കിടപ്പഴപ്പോ ഉറങ്ങിപ്പോയി. നിങ്ങൾ ഉറങ്ങി. എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. എന്റെ ഏത് പോളയാണ് മനുഷ്യനെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്ന്. നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സുഖം ഇവിടെ കിടന്നാൽ കിട്ടത്തില്ല. പറയുന്നേ കേട്ടോ, നമ്മുടെ മിനിക്കുട്ടിയുടെ പാട്ട് കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ മനുഷ്യര്? മിനിക്കുട്ടി എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ കൊച്ചുമോളാന്ന്. ചെവി വന്ന് മൂളുന്ന കൊതുകിനിട്ടിരിക്കുന്ന പേരാ മിനിക്കുട്ടി. പിന്നെ മുറ്റത്ത് വന്നിരിക്കുന്ന ഒരു തവളക്കിട്ടേക്കുന്ന പേര് ജമ്പ. അങ്ങനെ ഇരിക്കുന്നു. എന്റെ കാര്യത്തിൽ കയറിയിടപെടരുത് കേട്ടോ. ശരി കാർത്തിയാനി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ വയസ്സാം കാലത്തിന് നമ്മൾ ഇനി എത്ര കാലം എന്ന് വെച്ചാ കൂടിപ്പോയ 50-55 കൊല്ലം. അതങ്ങ് കുറഞ്ഞു പോയില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഇങ്ങാർക്ക് വായു കയറി വലിയ കണ്ണും തള്ളി നാക്കം വലിയിട്ടുണ്ടോ ഞാനൊട്ട് അന്നേരേ തീരുമാനിക്കുന്നു. പിന്നെ ആ സമയത്ത് കാരനെ കണ്ട് വടിയും പിടിച്ച സമയത്ത് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. 55 ഇങ്ങോട്ട് അടുത്തു വാ, ഇവിടെ എന്താ ഞാൻ പറയട്ടെ. നീ ഇങ്ങോട്ടോ പല്ലാത്ത ഒരു നാണമാണല്ലോ. സന്തോഷം ഒന്ന് പങ്കിട്ടിട്ട് എന്റെ കാർത്തിയാനിയെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. തെക്കേപ്പുറത്ത് നിൽക്കുന്ന മാവ് വെട്ടാറായി. അന്നേരം നിങ്ങൾക്ക് മടിയിലൊരു അമ്പൂരെ തരം ഒന്ന് പോകാൻ. പിന്നെ നമ്മുടെ സുരേന്ദ്രമോൻ വിളിച്ച് രാവിലെ എന്നോട് പറയൂ, അയ്യോ അവിടെ പോയി കിടക്കുന്നു. ഞാൻ പണ്ട് നമ്മള് തോട്ടിൽ കുളിക്കാൻ പോയ കാര്യമൊക്കെ ഓർത്തോട്ട് കിടക്കും. അത് പറ, ഞാൻ ഓർത്തി ബന്ധം പറ്റി. അമ്മച്ചി
ഒരുമാതിരി തോന്നിയ മാസം കീന്നിയ മാസം കാണിച്ചു വെക്കുന്നതിന് ഒരു അതിരും കിതിരും ഒക്കെ ഉണ്ട്. എന്താടാ കൊച്ചനെ? എന്താന്നാ അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മാവനും കുമ്മാവനും എവിടെ? നിർത്ത്, പറയുന്ന നേരത്ത് ആദ്യം നിന്റെ പേരെന്തോന്ന് പറ, ആദ്യം പറ. എന്റെ പേര് മനു കുനു എന്നൊക്കെ പറയും. എടാ കൊച്ചനെ, സ്വന്തം പേരെങ്കിലും നേരെ ചൊവ്വേ പറയടാ കൊച്ചനെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മാവനും കുമ്മാവനും എവിടെയെന്ന് ചോദിച്ചത്? ഉമ്മാവൻ എന്തെന്ന് അറിയത്തില്ല, അമ്മാവൻ താണ്ട കിടക്കുന്നു. ആഹാ, എന്നെ കണ്ടപ്പോ ഒളിച്ചും കിളിച്ചും ഇരിക്കുവായിരുന്നു. ഒളിച്ചിരുന്നുള്ള കാര്യം ശരിയാ. കിളിച്ചിരിക്കാൻ ഞാൻ എന്തോടാ, ചേനയാണോ? ചേനയല്ല, പിന്നെ ഇയാള് ചൊറിയൻ ചേമ്പാണ്, ചൊറിയൻ ചേമ്പ്. ഇന്നലെ രാത്രി ഇവിടെ വന്ന് റൂം എടുത്താണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കൃത്യമായിട്ട് എങ്ങനെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്താണ്. ബാത്റൂമിൽ കൊണ്ടുപോയി ഞാൻ മുഴുവൻ കാണിച്ചു തന്നല്ലേ അമ്മാവ? അയ്യോ അതല്ല, യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്താണ്. എന്നിട്ട് ഇങ്ങനെ ചെയ്തു വെച്ച എന്താണെന്നറിയാവാ? ഹോട്ടലിന്റെ താഴെയുള്ള പൂന്തോട്ടം നാറ്റി ചിട്ടേക്കുവാൻ. നിനക്ക് പണ്ടേ അറിയത്തില്ലയോ ഞാൻ പറമ്പിൽ പോക്കുന്നത്? പറമ്പോ? അയ്യോ, അത് പറമ്പൊന്നും അല്ലെന്ന്, അത് ഞങ്ങളുടെ പൂന്തോട്ടവും കീന്തോട്ടവുമാണ്. നിനക്കത് പൂന്തോട്ടമായിരിക്കും, എനിക്കത് പറമ്പാ. ഒരു കാര്യം ഞാൻ പറയാം, ഇയാൾ ഈ വൃത്തിയായിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത് എവിടാന്നറിയാവോ? എവിടെ? ആന്തൂര്യത്തിന്റെ അടിയിൽ. അപ്പൊ അവർക്കാകാം, എനിക്ക് ചെയ്യുന്നതാണ് കുഴപ്പം. അയ്യ, ആന്തൂര്യം എന്ന് വെച്ചാൽ വലിയൊരു പൂവാണ്. പൂവ് എന്തൊക്കെ വൃത്തിയാണ് കാണിച്ചു വെച്ചത്. നിങ്ങൾ അവിടെ ഇവിടെയും പോയിട്ട് നേരെ ഇങ്ങോട്ട് കയറി വരും. അങ്ങനൊന്നുമല്ല, ഞാൻ നോക്കിയപ്പോ തൊട്ടടുത്ത് നല്ലൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ ഇറങ്ങി അടിച്ച് നനച്ച് കുളിച്ചിട്ടാ ഞാൻ ഈ കയറി കൊണ്ട് കലക്കിയിട്ട് വന്ന് നിൽക്കുവാൻ. ഇനി അതിനകത്ത് വെള്ളവും കിള്ളവും ഞാൻ തുറന്നു വിടണം. ഒരു കാര്യം പറയാം, എംഡിയോ കിംഡിയോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലിയും കീലിയും പോകും. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് എടുക്കണം. ഇത് വെറും ഒരു ഹോട്ടലല്ല, ഇത് 5 സ്റ്റാർ ഹോട്ടലും കീട്ടലുമാണ്. നിർത്തിക്കേടാ. ആഹാ കാർത്തിയാനിയെ, നമ്മള് മിണ്ടായിരുന്നപ്പോ പറഞ്ഞു അങ്ങ് കയറി പോന്നല്ലോ. നീ പറഞ്ഞല്ലേ ഇവിടുത്തെ ബാത്റൂമിന്റെ കാര്യം. ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി ഒരു ചുറ്റാ പിടിച്ചങ്ങ് തിരിച്ചപ്പോട്ടല്ലോ, അത് മൊത്തം ചോരുവാ. അതിന്റെ കിഴത്തെ ആദ്യം അടയ്ക്കണം. എന്റെ ദൈവമേ, അത് ഷെവറാണ്. അത് ഷവറാണെങ്കിൽ വാരിയിട്ട് കത്തിച്ച് കളയാം. മിണ്ടായി, ഞാൻ ബാക്കി പറയാം. ഇതുപോലത്തെ വലിയൊരു മുറിയും ഇവിടെ പണിതിട്ടാ കുറെ ലൈറ്റും അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാ കുറച്ച് ഐസ് കട്ടൻ വാരിയിട്ട് തണുപ്പിച്ചിട്ട് കാര്യമില്ല. ഐസ് കട്ടയോ? ഇതിനകത്ത് എന്തോ മുട്ടിച്ച് തണുപ്പാടാ. എന്റെ ഭഗവാൻ, ഇത് എസിയും കൂസിയും വിട്ടേക്കുവാണ്. ഏത് കൂസിയാണെങ്കിലും ശരി, ഇവിടെ 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 എന്ന് പറഞ്ഞപ്പോ പല പാമ്പ് ഓടി വന്നത്. പാമ്പ് കീമ്പ് ഒന്നുമല്ല, അതെന്റെതാ. എന്തുവാ കീമ്പ്? എന്നാ പിന്നെ നീ കൊണ്ടുപോ. എടാ ഇവിടെ വായിക്ക് രുചിയായിട്ട് വല്ല വെച്ചു കൊടുക്കാൻ പഠിക്കാം. ഇവിടെ ആരാണ് അടുക്കള നിൽക്കുന്നത്? ഇതുപോലുള്ള ഹോട്ടലുകളിൽ അടുക്കള നിൽക്കുന്ന ആരാണ്? കുക്ക്, പാചക കീചകക്കാരൻ. ആ കീചകക്കാരനെ അവിടെ ഇറക്കി വിടെ. എന്തിന്? എടാ, അവന് വെച്ചുണ്ടാക്കാൻ അറിയത്തില്ല. എരിയും പുളിയൊന്നും ഇല്ലാതെ അവനുണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ഇച്ചിരി ചമ്മന്തിപ്പൊടി പൊതിഞ്ഞോണ്ട് വന്നുകൊണ്ട് ഇവിടെ ഇരുന്ന അരിപ്പത്തിരി തിന്നാൻ പറ്റി. അതാന്ന് എനിക്ക് വയറിനും പിടിച്ചില്ല. അരിപ്പത്തിരി? പിന്നെ അല്ലാതെ. ദൈവമേ, ടിഷ്യൂ പേപ്പർ ചമ്മന്തിയും കൂട്ടി അടിച്ചേക്കുവാണ് ഇയാള്. എന്റെ ഭഗവാനെ, അമ്മാവ, അത് അരിപ്പത്തിരിയും കിരിപ്പത്തിരിയും ഒന്നും അല്ല. പിന്നെ എന്തുവാണ്? അയ്യോ, അത് നമ്മള് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കയ്യും കുയ്യും ഒക്കെ തുറക്കാനുള്ള പേപ്പറാണ്. അയ്യോ അമ്മച്ചി, നോക്കി നിൽക്കാതെ വല്ല മരുന്നോ കിരുന്നോ ഉണ്ടെങ്കിൽ എടുത്തു കൊടു. വയറും കീറ് കളയട്ട്. ഞാൻ എന്തായാലും ചെയ്യട്ടെടാ കുഞ്ഞെ. എടാ, എനിക്ക് ഞാൻ ഇത് വാരി വലിച്ച് തിന്നുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഞാൻ ഏതാണ്ട് കൊസറാക്കൊള്ളി ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും തൊട്ടില്ല. എനിക്ക് വിശപ്പ് വന്നപ്പോൾ ഞാൻ ആ കുപ്പിക്കകത്തിരുന്ന് ജീരകമുട്ടായി എടുത്ത് തിന്ന് വെള്ളം കുടിച്ചു. അത് മാത്രം ഞാൻ ചെയ്തു. ജീരകമുട്ടായി കുപ്പിക്കകത്തിരുന്നില്ലേടാ? മീൻ തീറ്റ എടുത്ത് തിന്നിട്ട് പറയോ ജീരകമുട്ടായി? എന്റെ ഭഗവാനെ, രണ്ടുപേരും കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാം. ടിഷ്യൂ പേപ്പറും മീൻ തീറ്റ. ഒരു കാര്യം ഞാൻ പറയാം, 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ താമസിക്കുന്നെങ്കിൽ കുറച്ചൊക്കെ മാനേഴ്സ് കീപ്പ് ചെയ്യണം. നിങ്ങളെ പോലല്ല, അപ്പുറത്ത് ഒരുപാട് മാന്യന്മാര് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, വന്നതും പോയതും ഒക്കെ കഴിയട്ടെ. അമ്മച്ചി, രാവിലെ കഴിക്കാനും കിഴിക്കാനും എന്ത് വേണം? കിഴിക്കാനൊന്നും വേണ്ട, കഴിക്കാൻ എന്തെങ്കിലും വായിക്ക് രുചിയായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടുതരാം. വായിക്ക് രുചിയായിട്ടെന്ന് പറയുമ്പം ഇവിടെ വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടോ കൊണ്ടുതരാൻ? പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചെവിക്കകത്ത് വെച്ചാണ് കഴിക്കുന്നത്. എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുതരാനാ പറഞ്ഞു. എന്തുവാ വേണ്ടത്? നീ പോയിട്ട് കുറച്ച് വാട്ടക്കപ്പ പുഴുങ്ങിയത് കൊണ്ടുവാ. പാട്ടക്കപ്പ കേട്ടിട്ടില്ലേ? എന്റെ അമ്മാവ, ഇവിടെ കപ്പയും കിപ്പയും ഒന്നും കിട്ടത്തില്ല. പിന്നെ അപ്പം കിപ്പം കിട്ടുവോ? അപ്പം കിപ്പോ? ഇവിടെ കപ്പയൊന്നും അലൗഡ് അല്ല അമ്മച്ചി. മോനെ, 1 കിലോ കപ്പയൊന്നും വേണ്ട, ഒരു 5-6 കൊണ്ടുവന്നു, അത് മതി. 1 കിലോ ഭ്രാന്ത് പിടിച്ചിട്ട് എങ്ങോട്ടല്ലേ എന്തിനു വന്ന് കേറാ? ഭ്രാന്താ, നീ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ, കുറച്ച് വാട്ടക്കപ്പ പുഴുങ്ങിക്കൊണ്ട് വന്നാ മതി. മീൻ ഞാൻ ഇവിടെ ചുട്ടു വെച്ചിട്ടുണ്ട്. മീൻ ചുട്ടു വെച്ചതാ? 5 സ്റ്റാർ ഹോട്ടലിൽ കയറി മീൻ ചുട്ടു വെച്ചത്? ഈ മീന്റെ മണം വാങ്ങാൻ അപ്പുറത്ത്
പുറത്ത് അടിച്ചു കഴിഞ്ഞാൽ അവര് കംപ്ലൈന്റ് കൊടുക്കും. പിന്നെ എംഡിയും കിംഡിയും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലിയും കീലിയും പോകും. നിങ്ങൾ എന്ത് വൃത്തികളൊക്കെയാ കാണിച്ചിരിക്കുന്നത്? അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ഈ മീൻ എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടാനാ? ആ ചില്ലുകൂട്ടി കിടപ്പുണ്ടായിരുന്നു. ഒരു 4 എണ്ണം നല്ലതെടുത്ത് ഞാൻ വറുത്ത് വെച്ചു. എന്താ നിനക്ക് വേണമായിരുന്നു? ഭഗവാനെ, അക്കൂറിയത്തിൽ കിടന്ന ലക്ഷങ്ങൾ വിലയുള്ള മീനെ എടുത്ത് ചുട്ട് വെച്ച്. എടോ, പാട്ടക്കപ്പഴോടെ കഴിക്കാനാണോ ലക്ഷങ്ങൾ വിലയുള്ള മീനെടുത്ത് ചുട്ട് വെച്ചത്? എന്താ മുട്ടുപോലെ പൊടിഞ്ഞു പോന്നടാ തിന്നെ. അല്ല അമ്മച്ചി, ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്തോ, എന്തോ? രണ്ടുപേരും ഇപ്പൊ ഇവിടെ അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? ഇവിടെ ആരാ തീട്ടത്? അതാ, ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം. ഞങ്ങള് ഗ്രാമപ്രദേശത്ത് നിന്ന് വരുവാ. ഈ ചില പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും കുറവുണ്ടെന്നേ ഉള്ളൂ എന്നും കരുതി ഈ കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് ഈ കണ്ണുതിരിവ് ഞങ്ങൾ കാണിക്കത്തില്ല. അയ്യേ, തീട്ടതാരാന്നാ ചോദിച്ചത്? തീയിട്ട് വെച്ചത് മീൻ ചുടാൻ വേണ്ടി ഇട്ട് വെച്ചതാ. ഇവിടെയാണോ മീൻ ചുട്ടത്? പിന്നെ ഞാൻ അവിടെ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഇറങ്ങിക്കോണം, ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. MD അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണിയും കിണിയും പോകും. പണിയും കിണിയും പോയി കഴിഞ്ഞാൽ നീ തുണി മണി ഇറച്ചോണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങി. ഒരു പാക എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത്, എടാ നമ്മക്കൊരു സ്ഥലത്ത് നിലയും വില ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പൊ ഇറങ്ങിക്കോട്ടെ. അതാണ് അന്തസ്. എന്റെ കാര്യം നോക്കാം. നീ കണാറിനെ കണ്ടു പഠിക്കടാ. ഇങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നതെന്തില്ല. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം 5 വർഷം എന്റെ വീട്ടിലായിരുന്നു പൊറുതി. ഒരു പണിക്കും വേലയ്ക്കും പോകത്തില്ല, തിന്നും കുടിച്ച് മരിക്കാൻ തന്നെ ഇരിക്കുമായിരുന്നു. അവസാനം എന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പം എല്ലാവരോട് ചെവിക്ക് പിടിച്ചു വെക്കി വെളിയിൽ വിടുവായിരുന്നു. അനിയത്തിയുടെ കല്യാണം എങ്ങനെ നടന്നത്? നിന്റെ അനിയത്തിയുടെ കല്യാണം എങ്ങനെ നടന്നെന്ന് നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ വീട്ടിൽ കിടന്ന് വഴക്കിടുന്ന പോലെ ഇവിടെ കിടന്ന് വഴക്കിടരുത്. ഇത് 5 സ്റ്റാർ ഹോട്ടൽ. എന്റെ വീട്ടിൽ കിടന്ന സാധനം അടിച്ചു പൊട്ടിക്കാൻ ഞാനടി പറഞ്ഞത്. എന്റെ ദൈവമേ, ഏത് സമയത്താണ് ഇവര് വന്ന് കേറിയത്? ഇതെല്ലാം അടിച്ചു പൊട്ടിച്ച ദൈവമേ, ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയേക്കുന്നത്. MD വരുമ്പോ ഞാൻ എന്തോ പറയും? ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ കൊടുക്കേണ്ടി വരും. ഇല്ല, ലക്ഷക്കണക്കിന് രൂപ ഒക്കെ ഞാൻ തരുവാടാ. എന്റെ കാശുണ്ട്, കാശുമായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എടാ, നിനക്കറിയാവോ, എന്റെ വീടും പറമ്പും റിമോട്ട് കാർ എടുത്തു, കുറച്ച് കാശ് കിട്ടി. റിമോട്ട് കാർ എടുത്തെങ്കിൽ ആ കാറിനകത്ത് കയറി എവിടെയെങ്കിലും പോകാൻ പറ്റുന്നുണ്ടോ? എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? എടാ കുഞ്ഞ, റിമോട്ടുകാരനല്ല റിസോർട്ടുകാരെടുത്തെന്ന് പറയുക. എപ്പോഴും ആ കാശും കൊണ്ടാ ഞാൻ ഇവിടെ കിടന്ന് കളിക്കുന്നത്. നിന്റെ കാശ് എത്രയെന്ന് പറയടാ. നീ കണക്കെടുക്ക്. നിങ്ങള് നേരെ റിസപ്ഷനിൽ പോകുമ്പോ ഒരു ലേഡി ഇരിപ്പുണ്ട്. അവിടെ ജോലി കളയണോ? കളയുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ലേഡിയുടെ കയ്യിൽ ബില്ലോ കില്ലോ കൊടുക്കുക. അത് കഴിഞ്ഞ് അവിടുന്ന് വല്ല ഓട്ടോയോ കീട്ടോയോ കിട്ടുമെങ്കിൽ പിടിച്ച് സ്റ്റാൻഡിൽ ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ല ഞങ്ങൾ അവിടുന്ന് എങ്ങനെയും പൊക്കോളാം. അതെന്താ? വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ എന്തുവാ പറയുന്നതെന്ന് എനിക്ക് ഇവിടെ കിട്ടി. അങ്ങനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. പിന്നൊരു കാര്യം, ഈ ഹോട്ടലിലെ ബില്ല് മാത്രം ക്ലോസ് ചെയ്ത് പോവാന്ന് കരുതണ്ട. എന്റെ പണി പോകുന്നുള്ള കാര്യം ഉറപ്പായി. 40,000 രൂപ ശമ്പളം എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. 1-2 വല്ല 40,000 30,000 രൂപ ശമ്പളം എനിക്ക്. എടാ, ഈ 40,000 രൂപ എന്തോ എടുക്കാനാടാ? ഈ 40,000 രൂപ എടാ, നീ ഞങ്ങളെ രണ്ടുപേരെ നോക്കാൻ നിൽക്കുവാണെങ്കിൽ നിനക്ക് ഞാൻ 1 ലക്ഷം രൂപ തരും. ഈ അമ്മച്ചി വിളിച്ചോണ്ട് പൊക്കോടോ, 1 ലക്ഷം രൂപ തരും. അത് പറഞ്ഞ അങ്ങനെ അവന് 1 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞാൽ തരും. എവിടുന്ന് തരും? മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞെ കൈ നീട്ടിട്ടാ 50,000 രൂപ ഉണ്ട്. അഡ്വാൻസ് കണ്ടോ? നിനക്ക് 50,000 രൂപ കിട്ടിയില്ലോടാ ഇപ്പൊ? കാര്യമായിട്ട് പറഞ്ഞ പിന്നെ ഇത്ര നേരം ഇവിടെ കളി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും വരുതാത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനേ ഞങ്ങളുടെ MD-നെ ഒന്ന് വിളിക്കട്ടെ. നല്ല 4 തേറി അയാളോട് പറയണം. അയാളെ വിളിച്ച ചീത്ത ഒന്നും പറയരുത്. കാരണം ഇത്രയും നാളും നിനക്ക് ജോലി തന്ന ഒരു മനുഷ്യനാ. അപ്പൊ സ്നേഹമായിട്ട് പറഞ്ഞ ഒഴിഞ്ഞു നമ്മളിപ്പോ നമ്മുടെ മാന്യത ചേർന്നല്ല. അങ്ങനെ ചെയ്യരുത്. വേറെ ജോലി കിട്ടിയത് മാത്രം പറഞ്ഞ. ഹലോ, MD അല്ലേ? ഞാൻ മനുവിന് പോവാ. ഈ ഹോട്ടല് കൊടുക്കുന്നുണ്ടോ? ഇല്ലേ? എങ്കിൽ ഞാൻ ഇവിടുത്തെ ജോലി റിസൈനും കുസൈനും ചെയ്തു. എനിക്ക് തരാനുള്ള ബാലൻസ് പൈസയോ അത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്ക്. എനിക്ക് മാസം 1 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളം. എന്റെ മുതലാളിയുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുക്കാം. ബാക്കി മുതലാളി സംസാരിക്കും. ഹലോ, MD അല്ലേ? എടാ, നീ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ട് MD അല്ല, MD. എടാ MD, നീ ഈ ചെറുക്കന് ഇവിടെ കുറച്ച് നാളായിട്ടിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലോടാ. എടാ കഴിവേറി, ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞു. അതാ നിന്നോട് ഞാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ. അവിടുത്തെ ഇനി ഒരു കുഴപ്പമില്ല.
ഇനി സമാധാനമായിട്ട് പോവാം. സംസ്കാരത്തോടു കൂടി സംസാരിക്കാനാ പറഞ്ഞത്. ഇവിടെ നടന്നൊരു സാംസ്കാരിക സമ്മേളനമായി പോയി. ചില സമയത്ത് പിടിവിട്ട് പോകും. ആണല്ലേ? സാരമില്ല, മാസം 1 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോന്ന്. എന്നാ പിന്നെ നമുക്ക് പോയാലോ സാറേ? മേഡം, നമുക്ക് ഇറങ്ങാം. നീ ആ തുണി മണിയൊക്കെ എടുത്ത അതെന്റെതാ. എന്തുവാ മണി? എന്നാ പിന്നെ നീ എടുത്തോ. നീ തുണിയുടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓ 50. എന്തുവാടാ? ഇതിന്റെ മേളിലും താഴെ മാത്രമാണ് നോട്ട്. അടുക്ക് വെള്ള പേപ്പർ വെച്ചേക്കുവാ. പേപ്പർ വെച്ചേക്കോ, അത് ഞങ്ങൾക്ക് അറിയാം. അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടെ കേറി വന്ന് എന്നെ പറ്റിക്കായിരുന്നല്ലേ? എന്റെ ജോലി പോകും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എടോ, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ വീട് ഏതോ റിസോർട്ടുകാരെടുത്ത് അതിനൊരു കൈനിറയെ കാശ് കിട്ടിയെന്ന്. മേളിലും താഴെ പൈസ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഞാൻ പറഞ്ഞ ശരിയില്ലോടാ. റിസോർട്ടുകാരെടുത്തു പൈസ കിട്ടിയെന്നുള്ള കാര്യം ശരിയാ. പിള്ളേർക്ക് വീതം കൊടുത്തതിന്റെ ബാക്കി ഈ മേളിലും താഴെ വെക്കാനും ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതായത് മേളിലും താഴെ വെച്ചിട്ട് പറക്കാം. ഇത് ബർഗറാണോടോ? ഇത് നോട്ടാണ്. നിങ്ങളുടെ താഴെ പറഞ്ഞ പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ വന്ന് താമസിക്കാൻ. ഇത് 5 സ്റ്റാർ ഹോട്ടലും കീട്ടലുമാണ്. ആയിരിക്കോട്ടെ. എടാ മക്കളെ, ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ചാവുന്നതിന് മുമ്പ് ഇതുപോലൊരു വലിയ കെട്ടിടത്തിൽ വന്ന് കിടന്ന് താമസിച്ച് സുഖിച്ചൊക്കെ പോണമെന്ന്. എന്തായാലും അതങ്ങ് നടന്നു. ഇനിയിപ്പോ നമുക്ക് ചത്താലും കുഴപ്പമില്ല. ചാവണ്ട ഒരു കാര്യവുമില്ല. രണ്ടുപേരെ ഇവിടെ ഞാൻ കൊല്ലുകയും കില്ലുകയും ചെയ്യും. കില്ലുകയും ചെയ്യും. ആയിക്കോടാ. യാക്ക് ഇത് തീർക്കാൻ പരിചയമില്ലെന്നോ?